യുദ്ധം അവസാനിപ്പിക്കാനും ഇറാനുമായി കരാറിലെത്താനും യുഎസ് പ്രസിഡന്റ് താൽപര്യം അറിയിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാനുമായുള്ള ഏത് കരാറും ഇസ്രായേലിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് നിബന്ധനകൾ തയ്യാറാക്കിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കുക എന്നിവയാണ് പ്രധാന നിബന്ധനകൾ. ഇറാന്റെ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിട്ടില്ല. യുഎസ് തന്നെ മുന്നോട്ട് വരുന്നതിനാൽ ഇറാൻ നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആഴ്ച പാകിസ്ഥാനിൽ വെച്ചാകും ചർച്ചകൾ നടക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വിശദാംശങ്ങൾ തേടാം. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഏറെ നാൾ നീണ്ട ഒരു സംഘർഷങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങളിലെങ്കിലും ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. എന്തായാലും അത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ എത്രത്തോളം ആശ്വസിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ, അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ യുഎസ് പറയുന്ന കാര്യങ്ങൾ മാത്രം, ഒപ്പം തന്നെ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ റഷ്യയിൽ നിന്നടക്കം ഇറാന് മേലും സമ്മർദ്ദമുണ്ട്, ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഈ മധ്യസ്ഥ നീക്കവും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്, അത് എത്രത്തോളം പ്രായോഗികതയോടെ നടപ്പാകാനുള്ള സാധ്യതയുണ്ട് നാസർ? ഏജൻസി ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പറഞ്ഞാലും 24 ദിവസം പിന്നിടുമ്പോൾ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ പകരുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നേരത്തെ ട്രംപ് തന്നെ നൽകിയ 48 മണിക്കൂർ സമയപരിധി തീരുകയായിരുന്നു. അതിന് പിന്നാലെ ഏത് സമയം വേണമെങ്കിലും ഇറാനിലെ വൈദ്യുത ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കും. അതിന്റെ തിരിച്ചടി എന്നോണം വളരെ പൊടുന്നനെ തന്നെ ഗൾഫ് മേഖലയിലുള്ള വൈദ്യുത ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വളരെ ആശങ്കാകുലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇറാനുമായിട്ട് പിന്നിട്ട 2 ദിവസങ്ങൾ, ശനിയാഴ്ച രാത്രി മുതൽ ആരംഭിച്ച ചർച്ചയിൽ വളരെ ആശാവഹമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് പല കാര്യങ്ങളിലും ഏറെക്കുറെ 2 രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. ഇനി ആ ചർച്ചയ്ക്ക് കുറെ കൂടി അടിത്തറ പാകേണ്ടതുണ്ട്, കുറെ കൂടി അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 5 ദിവസത്തേക്ക് ഇറാനിലെ വൈദ്യുത കേന്ദ്രങ്ങളിലുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം താൻ സൈന്യത്തിന് നൽകിയെന്നായിരുന്നു ട്രംപ് പറഞ്ഞതിന്റെ ചുരുക്കം. പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം, അതോടൊപ്പം തന്നെ പാർലമെന്റ് സ്പീക്കർ, സൈനിക നേതൃത്വം ഒക്കെ നടത്തിയ പ്രതികരണം ഇത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ്. ഇതിലൂടെ ട്രംപ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ വില കുറയ്ക്കുക. മറ്റൊന്ന്, കുറെ കൂടി സാവകാശം എടുത്തുകൊണ്ട് ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നത് ഉൾപ്പെടെയുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള ഒരു സാവകാശം കണ്ടെത്തുക. ഇതിലപ്പുറം ഈ ചർച്ച നടന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ധാരണയിലെത്തി എന്ന് പറയുന്നതിൽ ഒരു വസ്തുതയുമില്ല എന്നൊരു വെളിപ്പെടുത്തലാണ് ഇറാനിയൻ നേതൃത്വം നൽകുന്നത്. ഈ ഘട്ടത്തിലും പൂർണ്ണമായിട്ട് ആ ചർച്ചയെ ഓൺ ചെയ്യുന്ന ഒരു സമീപനമോ പ്രതികരണമോ ഇറാൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങൾ വളരെ തിരക്കിട്ട ആശയവിനിമയം ഇറാനുമായും അതോടൊപ്പം തന്നെ അമേരിക്കയുമായും തുടരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ പ്രത്യക്ഷ ചർച്ചകളിലേക്ക് തന്നെ നീങ്ങണം എന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇത് അംഗീകരിച്ചിട്ടില്ല എങ്കിലും ചില ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസം തന്നെ, കാരണം 5 ദിവസത്തെ ഒരു സമയപരിധിയാണ് ഇപ്പോൾ ട്രംപ് അവസാനം നൽകിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് പരമാവധി ഈ സംഘർഷം കുറയ്ക്കാനുതകുന്ന താൽക്കാലികമോ സ്ഥായിയോ ആയിട്ടുള്ള ഒരു തീർപ്പിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കേവലം പ്രതീക്ഷ മാത്രമാണ്. ഇത് പൂവണിയണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം വരേണ്ടതുണ്ട്. അത് എപ്പോൾ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമില്ല. കാരണം 2 വിഭാഗവും, അതായത് അമേരിക്കയും ഇറാനും ഇപ്പോൾ നിൽക്കുന്നത് വിരുദ്ധ ധ്രുവങ്ങളിൽ തന്നെയാണ്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്ന 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് പരമാവധി കുറയ്ക്കണമെന്നാണ്. ഇത് നേരത്തെ തന്നെ ഇറാൻ അംഗീകരിച്ചൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നത്. ഈ കാര്യങ്ങൾ ഇറാൻ ഏതെങ്കിലും അർത്ഥത്തിൽ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയുടെ ഭാഗമായി വരേണ്ടതല്ല എന്നൊരു പ്രഖ്യാപിത നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. അതോടൊപ്പം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ അതിലൊരു മാറ്റവുമില്ല എന്ന് പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആക്രമണം നടന്നതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഇറാന് ലഭ്യമാകേണ്ടതുണ്ട്.
അംഗീകരിക്കേണ്ടതുണ്ട്. രണ്ട്, ഇറാന്റെ പരമാധികാരം ഈ അമേരിക്കയും വൻശക്തി രാജ്യങ്ങളും അംഗീകരിക്കണം. ഏതെങ്കിലും നിലയ്ക്കുള്ള ഭാവി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അന്തർദേശീയ സമൂഹം രേഖാമൂലം തന്നെ ഉറപ്പ് നൽകണം. അതോടൊപ്പം തന്നെ ഹോർമസ് കടലിടുക്കിൽ തങ്ങൾക്കുള്ള സ്വാധീനം പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ ലോകം തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും സാധിക്കും എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇസ്ലാമാബാദിൽ ഈ ചർച്ച നടക്കുമെന്ന പരോക്ഷമായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5 ദിവസം എന്നത് വെള്ളിയാഴ്ചക്കകം ഒരുപക്ഷെ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് ഇരുകൂട്ടർക്കും എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വിനാശകരമായിട്ടുള്ള യുദ്ധം അതിന്റെ കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അത് ഗൾഫ് മേഖലയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കും. അത് ലോക സമ്പദ്ഘടനയെ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്.